ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിന് പുറത്ത് കൃഷ്ണനെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കൺമണി പെട്ടെന്ന് വരുണിനെ കണ്ടതോടെ വേഗം വരുണിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അതേസമയം വരുണാണെങ്കിൽ മാനസയാണ് വിളിക്കുന്നത്. മാനസ കോൾ എടുക്കുമ്പോൾ വരുൺ പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ആ കൺമണി ഉണ്ടല്ലോ, അവൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇത് കേട്ട് മാനസ, ആണോ? പക്ഷെ എന്തിനാ വരുൺ ഇറങ്ങി കൊടുത്തത്? ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പൊ വരുൺ പറയാ, കൃഷിന്റെ കൂടെ നടന്ന ആ കൺമണിയും ആളുകളെ തല്ലാനുള്ള ടെക്നിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു. വരുണിനെ കൺമണി തല്ലിയാണ് ഇറക്കിയതെന്ന് മനസ്സിലാക്കുന്ന മാനസ വരുണിനോട് ചോദിക്കാണ്, നാണമില്ലേ വരുണ ഇങ്ങനെയൊക്കെ പറയാൻ? ചവിട്ടി കൂട്ടാൻ പാടില്ലായിരുന്നു അവളെ. ചവിട്ടി കൂട്ടണമെന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ കാലൊന്ന് പൊങ്ങണ്ടേ? ഞാൻ ചവിട്ടി കൂട്ടിയിരുന്നെങ്കിലേ അവളെന്നെ കൊല്ലുമായിരുന്നു. ബാധ കൂടിയെന്നൊക്കെ പറയല്ലേ, അതുപോലെയായിരുന്നു അവൾ ആ സമയത്ത്. എന്തായാലും ശരി മാനസേ, അവളെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇത്രയായി, ഇനി അവളുടെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങൂ. ഇതിനിടയ്ക്ക് ഞാൻ ചത്താലും അത് ഞാനങ്ങ് സഹിച്ചു. തുടർന്ന് ഈ വരുണാണെങ്കിൽ മാനസയെ കാണണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലുണ്ടെന്ന് മാനസ അറിയിക്കുകയാണ്. സിറ്റി ഹോസ്പിറ്റലാണെന്ന് അറിയുമ്പോഴേക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് വരുൺ അറിയിക്കുകയാണ് മാനസയെ തിരിച്ച്. ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് മാനസ. അപ്പോൾ വരുൺ പറയും, CI അനിരുദ്ധ് സാർ ഇവിടെ അഡ്മിറ്റ്. ആ ഡിസൈൻ കേസ് ഇല്ലേ, അതിന് അടി കൊണ്ടിട്ട്. ശേഷം വരുൺ മാനസയോടും ചോദിക്കുന്നുണ്ട്, മാനസ എന്താ ഇവിടെ ഹോസ്പിറ്റലെന്ന്. അത് പിന്നെ കൃഷിന്റെ ഡാഡി ഉണ്ടല്ലോ, സാഗർ അങ്കിള്, അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഇത് കേൾക്കുന്ന വരുണാകട്ടെ, അച്ഛന് വന്ന അറ്റാക്ക് മകനാണ് കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് CIയുടെ റൂമിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് മാനസയോട് അങ്ങോട്ട് വരാനും പറഞ്ഞ് വരുൺ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇവിടെ കൺമണിയാണെങ്കിൽ കൃഷിനെ പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കൺമണി എല്ലാവരും ഉള്ളിടത്തല്ല, കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി. എന്നാൽ കൃഷി വന്നിട്ട് കൺമണിയെ വിളിക്കും, താനെന്തിനാ ഇവിടെ നിൽക്കുന്നേ, അങ്ങോട്ട് വാ. ശരിയല്ലാത്തത് മുഴുവൻ കാണിക്കുന്നത് മാനസയാ, എന്നിട്ട് അവൾക്ക് അതിന്റെ ഒരു കുറ്റബോധവുമില്ല. പിന്നെ താനെന്തിനാ മാറി നിൽക്കുന്നത്? എന്നാൽ കൺമണി പറയും, ഞാൻ പറഞ്ഞില്ലേ സാർ, ആശുപത്രിയിൽ വെച്ച ഒരു വഴക്ക് വേണ്ട. അല്ല സാർ ഇങ്ങോട്ട് വരുന്നത് മാനസ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കാണുവാണെങ്കിൽ കാണട്ടെന്നേ, ഇനി ഒളിച്ചുകളിയൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവള് കാണുവാണെങ്കിൽ കാണട്ടെ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കാണുമെന്നുള്ള പേടി വേണ്ടല്ലോ. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് കൃഷ്. ശേഷം വരുണിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, വരുണിനെ പറ്റിയുള്ള തലവേദനയൊക്കെ മാറിയില്ലേന്ന്. അവൻ പോയെന്ന് പറയും കൺമണി. പക്ഷെ ഇത് പറയുമ്പോഴും കൺമണിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. അത് കൃഷി ശ്രദ്ധിക്കുന്നുണ്ട്. കൃഷി ചോദിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ, എന്താ കൺമണി തന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത്? വീട്ടിലെന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ? എന്നാൽ അതൊന്നും ഇല്ലെന്നാണ് കൺമണി പറയുന്നത്. തുടർന്ന് കൃഷി, എനിക്ക് കൺമണിയോട് ഒരു കാര്യം പറയാനുണ്ട്. ആ ബലരാമന്റെ സഹോദരി ഇല്ലേ ഭാഗ്യശ്രീ, അവളെന്ന് നമ്മുടെ ഓഫീസിൽ പോയിരുന്നു. കൂടെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ബലരാമൻ ഇവിടെ ICUയിൽ കയറിയ അതേ ദിവസം തന്നെ അവന്റെ സഹോദരി നമ്മുടെ ഓഫീസിലെത്തുന്നു. ഇതിലെന്തോ കോയിൻസിഡൻസ് അല്ലാത്ത പോലെ അത് കൺമണിക്കും തോന്നിയോ? ഇതെല്ലാം കേട്ടിട്ട് കൺമണി കൃഷിന്റെ മുമ്പിൽ നിന്ന് വേർക്കുന്നുണ്ട്. സത്യങ്ങളൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് കൃഷി അങ്ങനെ ചോദിക്കുമ്പോൾ അതേന്ന് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. എന്തായാലും കൺമണി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് കൃഷി പറയും, അപ്പൊ കൺമണിക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ ചിന്തിച്ചത് കറക്റ്റ് തന്നെ. മാനസയാണ് എന്നോട് പറഞ്ഞത് ഭാഗ്യശ്രീ ദേവ്ജിയായിട്ട് ഒരുപാട് നേരമൊക്കെ സംസാരിച്ചു എന്ന്. മാനസയാണ് ഇത് പറഞ്ഞതിനാൽ ഞാൻ ആദ്യം ഒന്നും ഇത് വിശ്വസിച്ചില്ല. ദേവ് സാറിനെ ന്യായീകരിക്കുകയും ചെയ്തു. പക്ഷെ ആ ന്യായീകരണം ആന്റിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഞാനും ഇപ്പൊ ചിന്തിക്കുക, എന്തിനായിരിക്കും ആ ഭാഗ്യശ്രീ അങ്ങോട്ട് വന്നത്? എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കോ അതിന്റെ പുറകില്? അപ്പൊ കൺമണിയും പറയുകയാണ് കേട്ടോ, രഹസ്യം ഉണ്ട് സാർ. കൺമണി അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് കേട്ടിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണിക്ക് അറിയോ എന്താണ് ആ രഹസ്യം എന്ന്? ഞാൻ ദേവ് സാറിനെ വിളിച്ചപ്പോ സാർ എന്നോട് പറയുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കൺമണി പറയുമെന്ന്. എന്താ കൺമണി, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും കൺമണിക്ക് അറിയോ? അറിയാമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കൺമണി. എന്നിട്ട് കൺമണി പറഞ്ഞു തുടങ്ങാണ്, എനിക്ക് സാറിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സാർ അത് ശാന്തതയോടെ കേൾക്കണം. ഇത്രയും കേൾക്കുന്ന കൃഷി അങ്ങോട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. എന്താന്ന് ചോദിക്കുകയാണ് ടെൻഷനോട് കൂടി. അപ്പൊ കൺമണി പറയും, കണ്ടോ ഇപ്പൊ തന്നെ സാറ് ടെൻഷനായി, സാറ് സമാധാനമായിട്ട് വേണം ഇത് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും കൃഷി ചോദിക്കുകയാണ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ കൺമണിനോട് പറയാൻ പോകുന്നത്? അതേന്ന് പറയുകയാണ് കൺമണി. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യത്തെ കാര്യം സാറിനും അറിയാവുന്നതാ, സാഗർ സാറിന്റെ ജീവന് ഭീഷണിയുണ്ട്. എന്നാൽ അത് തനിക്ക് അറിയാമെന്നും അതിനെ ചെറുക്കാൻ വേണ്ടിയാണല്ലോ താൻ ഇവിടെ കാവല് നിൽക്കുന്നത്. ആദ്യം മുതലേ ഞാനിവിടെ എല്ലാവരോടും വിളിച്ചും പറയുന്നതാ, അച്ഛനെ അപകടപ്പെടുത്താനാണ് ആ ബലരാമൻ എത്തിയിരിക്കുന്നതെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന കൺമണി അവിടെ സാറിന് തെറ്റിയെന്നും ബലരാമൻ ഒരിക്കലും സാഗർ സാറിന് ദോഷം ചെയ്യില്ല, വാക്കുകൾ കൊണ്ട് പോലും ബലരാമൻ സാഗർ സാറിനെ വേദനിപ്പിക്കുകയില്ല. സാഗർ സാറിനെ മാത്രമല്ല, സുജാത മാഡത്തിനെയും സാറിനെയും കൃപയെയും ഒന്നും വേദനിപ്പിക്കില്ല. എന്നാൽ കൃഷി അത് വിശ്വസിക്കുന്നില്ല. അവന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും
പണ്ട് മുതലേ ഞാൻ പറയുന്നത് അവൻ പക്ക ഫ്രോഡാണെന്ന്. കൺമണി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫ്രോഡ് ബലരാമൻ അല്ല സർ, അയാളുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവരാ. ആ ബാലഗോപാലും സുമിത്രയും അവരാണ് പക്ക ഫ്രോഡുകൾ. സാഗർ സാറിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയവരാണ് അവര്. ഉടനെ കൃഷി ചോദിക്കുകയാണ് കൺമണിയോട്, പക്ഷെ അവരെന്തിനാ അച്ഛനെ കൊല്ലണം? പഴയ ബിസിനസ് വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവരുടെ മകനല്ലേ ബലരാമൻ, അപ്പൊ അവനെങ്ങനെയാ ഇത്ര പെട്ടെന്ന് നല്ലവനായത്? അവൻ കാരണം അച്ഛന് ഒന്നും സംഭവിക്കില്ലെന്ന് കൺമണി എന്നോട് പറയുന്നു. പക്ഷെ ഇത്രയും മാറ്റം വരാൻ എന്താ കാരണം? കൺമണിയപ്പോ കൃഷ്ണനോട് പറയാണ്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സർ. അയാള് വാസ്തവത്തില് നല്ലൊരു മനുഷ്യൻ തന്നെയാ. ബാലഗോപാലിന്റെയും സുമിത്രയുടെയും ക്രിമിനൽ സ്വാധീനത്തിലാണ് അങ്ങനെ ആയിത്തീർന്നത്. പക്ഷെ അയാളിപ്പോ തിരിച്ചു വരുന്നു. സത്യത്തിൽ എനിക്കും കുറച്ചു ദിവസം മുമ്പ് വരെ ഒന്നും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. കൃഷി വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ ബാലഗോപാലനും സുമിത്രയ്ക്കും ഇപ്പൊ എന്തുകൊണ്ടാ ബലരാമനെ സ്വാധീനിക്കാൻ പറ്റാത്തത്? അപ്പൊ കൺമണി പറയും, അവരല്ല ബലരാമന്റെ അച്ഛനും അമ്മയും എന്നാണ് ഭാഗ്യശ്രീ എന്നോട് പറഞ്ഞത്. അത് ബലരാമൻ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കൃഷിന് വിശ്വാസമാകുന്നില്ല. കൺമണി എന്നോട് കഥ പറയുന്നതാണോ അതോ സത്യമാണോ? കൺമണി പറയും, ഈ പകൽ വെളിച്ചം പോലെ, സാറിനെ പോലെ, എന്നെ പോലെ സത്യമാണത്. ഇതറിയുന്നതും കൃഷി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇത്രയും കാലം അവര് ബലരാമനിൽ നിന്ന് അവരാണ് അച്ഛനും അമ്മയും എന്നുള്ള കാര്യം മറച്ചു വെച്ചെന്നോ, അതോ ഇനി ദത്തെടുത്തോ മറ്റോ ആണോ? ദത്തെടുത്തതൊന്നും അല്ലെന്നും അവര് ബലരാമനെ ഒരു ചാവേറാക്കുകയായിരുന്നു എന്നുള്ളൊരു സത്യം കൺമണി അറിയിക്കുന്നുണ്ട് കൃഷിനെ. ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ജീവിക്കുന്നവരെ പണ്ട് ചാവേർ എന്ന് പറയുമായിരുന്നു. ഈ ബലരാമനെ അവര് ചാവേർ പോരാളിയാക്കി മാറ്റുകയായിരുന്നു സർ. കൃഷി അപ്പൊ ചോദിക്കുന്നുണ്ട്, ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവര് ബലരാമനെ ചാവേറാക്കി വളർത്തിക്കൊണ്ട് വന്നതെന്ന്. കൺമണി പറഞ്ഞു കൊടുക്കും, ബലരാമന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ടെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് കൃഷിന് കിളി പോകുന്നുണ്ട്. കൃഷി അത് പറയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു കഥ കേൾക്കുന്ന പോലെയാണ് ഞാനിപ്പോ ഇതൊക്കെ കേൾക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കാണ്, ബലരാമന്റെ യഥാർത്ഥ അച്ഛനമ്മയ്ക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ? അവർക്കൊരു സൂചന പോലും കിട്ടിയിരുന്നില്ലെന്ന് കൺമണി മറുപടി കൊടുക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ആ അച്ഛനും അമ്മയും നല്ല മനസ്സുള്ളവരായിരുന്നു, വളരെ നല്ല രണ്ടുപേർ. അവരുടെ കുഞ്ഞിനെ സുമിത്രയുടെ കുഞ്ഞാക്കി മാറ്റാൻ ഒരവസരം വന്നു. ബലരാമന്റെ അമ്മ ബലരാമനെ പ്രസവിച്ചപ്പോൾ ഈ കുഞ്ഞിനെ സുമിത്ര തന്ത്രപൂർവ്വം അവിടുന്ന് മാറ്റിച്ചു. കുഞ്ഞു മരിച്ചു പോയതായിട്ട് യഥാർത്ഥ അമ്മയെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് കൃഷ്ണനും ആകെ സങ്കടാവുന്നുണ്ട്. പാവം, അത് വളരെ കഷ്ടമായി പോയെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് വേറെ കുട്ടികളൊക്കെ ഉണ്ടായോ? വേറെ കുട്ടികൾ ഉണ്ടായെന്നും, രണ്ടുപേര്, ഒരാണും ഒരു പെണ്ണും. കൺമണിയുടെ ഈ വാക്കുകളിൽ നിന്ന് കൃഷി ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന്. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും കൃഷ്ണന് പറഞ്ഞു കൊടുത്തത്. ഇക്കാര്യം കൺമണിയോടും ചോദിക്കുമ്പോൾ കൺമണി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. കൺമണിയുടെ ആ ഒരു മൗനം കാണുമ്പോൾ കൃഷ്ണന് ഡൗട്ട് അടിക്കുന്നുണ്ട്. കൃഷി വീണ്ടും ചോദിക്കും, കൺമണി ഞാൻ ചോദിച്ചു കേട്ടില്ലേ, കൺമണിക്ക് ആ കുടുംബത്തെ നേരിട്ട് അറിയാവുന്ന പോലെ തോന്നുമല്ലോ എന്ന്. എന്താ അത് സത്യമാണോ? കൺമണിയാണെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുകയാണ്. എങ്കിലും കൃഷ്ണനോട് പറയും, സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ അല്പം ധൈര്യത്തോടെയാണ് നിന്നത്. എന്നാൽ ഇപ്പോ ഞാൻ പതറി തുടങ്ങി. എനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല. വെട്ടിത്തുറന്ന് പറയണോ, എന്ത് ചെയ്യണോ, ഒരു പിടിയും കിട്ടുന്നില്ല. കൃഷി പറയുന്നുണ്ട്, എന്നെ ഒന്നും വട്ടം ചുറ്റിക്കാതെ ഒന്ന് പറ കൺമണി. എന്തായാലും പിന്നീട് കൺമണി മുഖവരെയൊന്നും ഇല്ലാതെ ആ കാര്യം അങ്ങോട്ട് തുറന്നു പറയാണ്, സാറിന്റെ ഏട്ടനാണ് ബലരാമൻ എന്നുള്ള സത്യം. എന്നാൽ കൃഷിന് താൻ ആ കേട്ടത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കൺമണിയോട് വീണ്ടും പറയും, കൺമണി ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞത്? അപ്പൊ കൺമണി, അതെ സർ, സാഗർ സാറിന്റെയും സുജാത മേഡത്തിന്റെയും മൂത്ത മകനാണ് ബലരാമൻ. ആകെ ഷോക്ക് ആവുന്നുണ്ട് കൃഷി ഇത് കേട്ടിട്ട്. ശരീരം തളരുന്ന പോലെ കൃഷ്ണന് തോന്നുകയാണ്. കുറച്ചു നേരത്തേക്ക് ഒന്നും പറയാനാവാതെ അങ്ങനെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൺമണിയോട് പറയും, ഇല്ലില്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല, പച്ചക്കള്ളമായത്. എന്നിട്ട് കൺമണിയെയും കുറ്റപ്പെടുത്താണ്, നീ ആ ഭാഗ്യശ്രീയുടെയും ബലരാമന്റെയും കൂടെ ചേർന്നല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവ്സാറും നീയും ചേർന്ന് ആദ്യം ഗൂഢാലോചന നടത്തി കാണും, പിന്നെയായിരിക്കും ഭാഗ്യശ്രീ ഓഫീസിലേക്ക് വരുത്തിയത്. എന്ത് പറയണം, എങ്ങനെ പറയണം, ആരെ കൊണ്ട് പറയിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉടനെ കൺമണി കൃഷ്ണനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാറ് പറഞ്ഞതൊക്കെ സത്യ, എന്ത് പറയണം, ആരെ കൊണ്ട് പറയിക്കണം എന്നൊക്കെ ദേവ്സാറുമായിട്ട് ഞാൻ ആലോചിച്ചു. എല്ലാവരുടെ അഭിപ്രായത്തില് ഞാൻ തന്നെ പറയണമെന്നായിരുന്നു തീരുമാനം. എന്നിട്ട് കൃഷിന്റെ അടുത്ത് ചെന്ന് കൃഷി കെട്ടിക്കൊടുത്ത ആ താലി ഉയർത്തി കാട്ടിയിട്ട് പറയാ, ഇത് സാർ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ, ഇതെന്റെ ജീവന, എന്റെ ജീവനെ തൊട്ട് ഞാൻ പറയുക, ഞാൻ പറയുന്ന എല്ലാം സത്യമാ. ജൂബിലി ഹോസ്പിറ്റലില് സുജാത മാഡം പ്രസവിച്ച ആദ്യ മകനാണ് ബലരാമൻ. അന്ന് ആ ആശുപത്രിയിലെ നേഴ്സായിരുന്ന ലാലിയെ സ്വാധീനിച്ചിട്ടാണ് സുമിത്ര കുഞ്ഞിനെ കൈക്കലാക്കിയത്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളൊരു കള്ളക്കഥയും പറഞ്ഞുണ്ടാക്കി. ദേവ്സാറിന് ലാലിയെ സംശയം ഉണ്ടായിരുന്നു. ഒരു ദിവസം ലാലിയെ പിടികിട്ടുകയും ചെയ്തു. അങ്ങനെ ലാലിയെ ദേവ്സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചു. വാസ്തവത്തില് ഭാഗ്യശ്രീയിൽ നിന്നും ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അന്ന് എനിക്ക് വഴിയിൽ വെച്ച് ഒരു പാനിക് അറ്റാക്ക് വന്നില്ലേ, അന്നാണ് ഭാഗ്യശ്രീ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എന്നെ കൂടാതെ ദേവ്സാറിനും മഹിപാൽ സാറിനും എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ന് ഭാഗ്യശ്രീ ദേവ്സാർ
സാറിനെ കാണാനല്ല ഓഫീസിലേക്ക് പോയത്, സാഗർ സാറിനെ കാണാനായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയിക്കാൻ, ഒരു മുന്നറിയിപ്പ് നൽകാൻ. എന്നാൽ കൃഷ്ണൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യമാണ് തോന്നുന്നത്. അച്ഛനും അമ്മയും ഒരിക്കലും ഈ കാര്യം അറിയരുതെന്ന് കൃഷ്ണൻ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയും പറഞ്ഞ് കൺമണിയെ ദേഷ്യത്തോടെ നോക്കി കൃഷ്ണ അവിടെ നിന്നും പോകും. കൺമണിക്കും അത് കേട്ട ആകെ നിരാശയാവും. അതിനുശേഷം കാണിക്കുന്നത് വരുൺ അനിരുദ്ധിനോടായിട്ട് സംസാരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്, നിങ്ങൾ ശരിക്കും പോലീസ് തന്നെയാണോ? നിങ്ങളുടെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുമായിട്ട് കൂട്ടിലായത്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂട്ടിരിപ്പുകാരനായി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെ. ഇതൊക്കെ കേട്ട അനിരുദ്ധ വരുണോട് തന്നെ കളിയാക്കരുതെന്ന് പറയും. ചില സമയത്ത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നൊന്നുമില്ല. അപ്പൊ വരുൺ ദേഷ്യത്തോടെ പറയും, ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കാം, പക്ഷെ എല്ലാ സമയത്തും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് നല്ല പൊരുത്തുക, 10ൽ 10 പൊരുത്തം, ഇടി കിട്ടുമ്പോഴും ഒരേപോലെ. ഏതായാലും കരീം സാഹിബിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് അനിരുദ്ധ വീമ്പിളക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ വരുണിന് ചിരിയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്താണ് മാനസ അങ്ങോട്ട് വരുന്നത്. മാനസയെ കാണുന്നത് വരുൺ പറയുന്നുണ്ട്, വന്നല്ലോ 3ാമത്തെ ആള്, ഇപ്പോഴാണ് കോളം തികഞ്ഞത്, തോൽക്കാനായിട്ട് ജനിച്ചവര് എന്നൊക്കെ മാനസയും ഉദ്ദേശം കൂടെ പറയുമ്പോൾ മാനസയ്ക്ക് ആ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാനസ തിരിച്ചു പറയും, അല്ല, ഞാൻ തോൽക്കാൻ ജനിച്ചവളൊന്നുമല്ല, ജയിക്കാനായി തന്നെ ജനിച്ചോളാം, ജയിച്ചിട്ടേ ഞാൻ മരിക്കും. എന്നാൽ വരുണപ്പ കളിയാക്കുന്നുണ്ട് മാനസയെ, എന്നാ പിന്നെ ഒരിക്കലും മരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് വരുൺ പറയും, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, അവൾക്കെതിരെ ഞാനൊരു ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാൻ പോവുക. ഇത് കേൾക്കുന്ന മാനസ അനിരുദ്ധം ചോദിക്കുന്നുണ്ട്, എന്ത് ആയുധമാണ് പ്രയോഗിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ ഇടയിൽ ഇനി രഹസ്യമൊന്നും വേണ്ട, അതുകൊണ്ട് വരുൺ കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ വരുൺ അത് വേറൊന്നും അല്ലെന്നും കൺമണിയുടെയും കൃഷ്ണന്റെയും കല്യാണം കഴിഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ എല്ലാവരോടും പറയാൻ പോവുക. അവൻ കെട്ടിക്കൊടുത്ത താലി ഒരിക്കൽ അവൾ എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇത്രയും കാലവും ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഇനി ഞാൻ ഇത് ലോകത്തോട് വിളിച്ചു പറയും, സകല ആൾക്കാരും അറിയട്ടെ. എന്നാൽ മാനസയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മാനസ വരുണോട് പറയും, വരുണെ വെറുതെ ബുദ്ധിമോശം കാണിക്കരുത്, അവര് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞാലുണ്ടല്ലോ, അത് അവർക്ക് കിട്ടുന്ന ലൈസൻസാ. അതുമല്ല, പിന്നെ അവരിലുള്ള പിടിവള്ളി നമുക്ക് വിട്ടുപോകും. എനിക്ക് കൃഷ്ണനെ കിട്ടണം, അതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് തന്നെ തുടരട്ടെ. എന്നാൽ അക്കാര്യത്തിൽ തനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതെല്ലാം തുറന്നു പറയുമെന്നും വരുൺ പറയുന്നത് കേട്ടിട്ട് അനിരുദ്ധാണെങ്കിലും മാനസയുടെ അതേ നിലപാടാണ്. തൽക്കാലം ഇക്കാര്യം ആരോടും പറയേണ്ടെന്ന് തന്നെ വരുണിനെ ഉപദേശിക്കും. മാനസ പറയുന്നുണ്ട്, അതെ, കൃഷ്ണനെ കിട്ടാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യമായിട്ട് ഇരിക്കട്ടെ. എന്നാൽ വരുൺ അപ്പോഴും ഇക്കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ശ്രമിക്കാവുന്ന ഒരു ഒഴുക്കം മട്ടിൽ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ മാഹിയാണെങ്കിൽ കൺമണി കൃഷ്ണനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞെന്ന് മനസ്സിലാക്കാതെ കൃഷ്ണനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, മാനസ പോയോന്നൊക്കെ. കൃഷ്ണ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് മഹിയോടായിട്ട് ചോദിക്കും, നിനക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു അല്ലടാ, എനിക്കൊരു ഏട്ടനുണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയാമായിരുന്നില്ലേ എന്ന്. മഹിയാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലായി പോവും. കൺമണി ഒന്ന് നോക്കും. അപ്പൊ കൺമണി മഹിയോട് പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, സാഗർ സാറിന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള വിവരം കിട്ടി, അതുകൊണ്ട് എന്റെ മുന്നിൽ തുറന്നു പറയാല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. കൺമണി ഇങ്ങനെ എല്ലാം പറയുമ്പോഴും കൃഷ് കൺമണിയോട് തിരിച്ചു പറയാണ്, ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തിയാൽ ആ ചതിയനെ എനിക്ക് എന്റെ ഏട്ടനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, അതിലും ഭേദം ഞാൻ മരിക്കുന്നത്. ഇതിനിടയിൽ കൺമണി കൃഷ്ണനോട് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാനൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും കൃഷ് അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. അതോടൊപ്പം കൺമണിയും മഹിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കൺമണി കൃഷ്ണനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും കൃഷ് തന്റേതായുള്ള ആ ഒരു തോന്നലിൽ ഉറച്ചു നിൽക്കുകയാണ്. ബലരാമൻ സാഗറിന്റെ മകനല്ലെന്നും സാഗറിന് ഒരേ ഒരു മകനും മകളുമേ ഉള്ളൂ, അത് ഞാനും കൃപയുമാണ്. ആരെങ്കിലും എന്റെ അടുത്ത് തട്ടിപ്പ് കഥയുമായി വന്നിട്ടോ കണ്ണീര് കാണിച്ചിട്ടോ ഭീഷണി കൊണ്ടോ ഒന്നും എന്റെ അച്ഛന്റെ മകനാവാൻ ആർക്കും പറ്റില്ല. ആവാൻ ഞാൻ സമ്മതിക്കുന്നില്ലെന്നെല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ട് സമനില തെറ്റിയ പോലെയാണ് കൃഷി പെരുമാറുന്നത്. ശേഷം കൃഷി ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചിട്ട് കൺമണിയോടും മഹയോടായിട്ട്, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഒരേ സമയം ഇതെന്റെ അപേക്ഷയുമാണ്, ഓർഡറുമാണ്. എന്റെ നാവിൽ നിന്ന് ഇത് പുറത്തു പോലെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മഹി. പക്ഷെ കൺമണിക്ക് അതത്ര സ്വീകാര്യമാവുന്നില്ല. എന്നാൽ കൃഷ്ണനോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ കൃഷ്ണ അങ്ങോട്ട് പറയും, എന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല, എന്റെ അച്ഛനെ ഞാൻ സംരക്ഷിക്കും, അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൺമണി എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഒരു സൂചന കൊണ്ട് പോലും എന്നെ ഈ വിഷയം ഓർമ്മിപ്പിക്കരുതെന്നും പറഞ്ഞിട്ടാണ് കൃഷി പോകുന്നത്. കൺമണിയും മഹിയും വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് സെഡേഷനിലായിരുന്ന ബലരാമൻ പൂർവ്വസ്ഥിതിയിലാവുന്നുണ്ട്. കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുജാതയും സാഗറും തന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നതാണ്. അപ്പൊ അവരെ കാണുന്നതും അച്ഛാ, അമ്മേ എന്നൊക്കെ വികാരാധീനായി വിളിക്കുന്നുണ്ട്. സാഗറാണെങ്കിൽ ദേഷ്യം പിടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ സുജാതയ്ക്ക് ഒരു മനസ്സലിവൊക്കെ തോന്നുകയാണ് ബലരാമനോട്. ബലരാമൻ തുടർന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിയതെന്നൊക്കെ. രണ്ടുപേരും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ബലരാമൻ പറയും, ഞാൻ ജയിലിൽ വെച്ച് അച്ഛന്റെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചതാ, എനിക്ക് തൃപ്തിയായി. ജയിലിൽ നിന്നിറങ്ങി അച്ഛനെയും അമ്മയും കാണാൻ വരണമെന്ന്
ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു ആപത്ത് പറ്റിയപ്പോ എന്റെ അടുത്ത് അച്ഛനും അമ്മയും എത്തിയത്. ഇതേ സമയം സാഗർ ദ്വേഷത്തോടെ പറയുന്നുണ്ട്, നീ ഇവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു എന്ന്. സാഗറുടെയും സുജാതയുടെയും ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന ബെല്ലാമൻ അവരോട് വീണ്ടും മാപ്പ് ചോദിക്കുന്നുണ്ട്. താൻ ചെയ്ത സകല തെറ്റിനും മാപ്പെന്ന് പറഞ്ഞ് ബെല്ലാമൻ കരയും. കുറച്ചു മുമ്പ് അച്ഛന്റെ അമ്മയുടെയും ശബ്ദം പോലെ ഞാൻ കേട്ടിരുന്നു. എന്നെ ശപിക്കും പോലെയൊക്കെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോ അത് വെറും തോന്നലല്ലടാ, സത്യം തന്നെ. നീ ഉള്ളിടത്തുനിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാ ഞങ്ങള്. നീ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ വരുന്നത്? അത് മാത്രമല്ല, ഞങ്ങളെ അച്ഛ അമ്മ എന്ന് വിളിക്കരുതെന്ന് പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. സാഗറിന്റെ ഈ അറുത്തു മുറിച്ചുള്ള സംസാരം കേൾക്കുമ്പോ ബെല്ലാമിന് ഒത്തിരി സങ്കടാവും.